വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു മനപ്രയാസം ഗോവർദ്ധൻ ഉണ്ടാവണമെങ്കിൽ ആ ചെയ്ത തെറ്റിന്റെ ഗൗരവം അല്ലെങ്കിൽ അത്രത്തോളം മനസ്സിലാക്കിയിട്ട് വേണം എന്നത് തന്നെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ തന്നെയും ഒരു വിലയിരുത്തൽ. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസുകൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP, സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇനിയുമേറെ നിർണായക രേഖകൾ കണ്ടെത്താനുണ്ടെന്ന നിഗമനത്തിൽ ED. കേസെടുത്തതിന് പിന്നാലെ പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ഇടപാടുകളിലേക്കുമാകും അന്വേഷണമെന്ന് ED. SIT പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാട് രേഖകളും ED പരിശോധിക്കും. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും SIT പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാട് രേഖകളടക്കം പരിശോധിക്കാനാണ് നീക്കം. വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ കവർച്ചയിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ സുതാര്യമായ രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ പോകും എന്ന് പൊതുസമൂഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം SITയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അത്രത്തോളം സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസി കൃത്യമായി ഇടപെടൽ നടത്തും, കൃത്യമായ വിശദാംശങ്ങൾ പുറത്തുവരും. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ പിടിമുറുക്കുകയാണ് SIT സംഘം, അല്ലേ? ക്ഷമിക്കണം, ദേശീയ അന്വേഷണ ഏജൻസി, അല്ലേ? KP, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ SITയുടെ അന്വേഷണം എത്താത്ത തലങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും ആ രീതിയിൽ തന്നെ സുതാര്യമായ ഒരു അന്വേഷണമായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി നടത്തുക. ഈ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും ഒപ്പം തന്നെ അന്വേഷണ പരിധിയിലുള്ളവരുടെയും ഒക്കെ സ്വത്ത് വിവരങ്ങൾ, ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ, പണമിടപാടുകൾ, ഇതൊക്കെയാകും പ്രധാനമായും ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുക. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ SITയുടെ അന്വേഷണം എത്താത്ത തലങ്ങളിലേക്ക് കൂടി കടന്ന് അന്വേഷണം നടത്താനാണ് ദേശീയ അന്വേഷണ ഏജൻസി ഒരുങ്ങുന്നത്. ഒപ്പം ഈ ഹൈക്കോടതി തന്നെ SIT അന്വേഷണത്തിലെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി SIT അന്വേഷണത്തിന് നേരെ ഹൈക്കോടതി തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഈ തുടക്കത്തിലുള്ള താല്പര്യം പിന്നീട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇല്ലാതായി എന്നാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നത്. കാരണം ഇനിയും ഈ കേസിൽ പല നിർണായക ചോദ്യം ചെയ്യലുകളും ഉണ്ടാകാനുണ്ട്, പല നിർണായക രേഖകളും കണ്ടെത്താനുണ്ട്. ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വിലയിരുത്തൽ. പല രേഖകളും കണ്ടെത്താനാകാതെ വന്നു കഴിഞ്ഞാൽ അത് പ്രോസിക്യൂഷൻ വാദങ്ങളെ ബാലിശമാക്കുകയും ഒപ്പം തന്നെ ഈ പ്രതിഭാഗം വാദങ്ങളെ ശക്തമാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. എങ്കിലും അതുപോലെ തന്നെ ഈ ശബരിമല ശ്രീകോവിലിൽ 1998 സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ല എന്ന് പ്രതികളായ പത്മകുമാറിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു അവസരത്തിൽ വരാം. ഇപ്പോൾ വിദ്യാഭാരതിയുടെ 4 ദിവസത്തെ അഖില ഭാരതീയ ബൈടെക് പാഠശാല ഭാരതീയ വിദ്യാപീഠം സ്കൂളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണ ഗോപാൽജി പങ്കെടുക്കും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 75 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭാരതി സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിൻ്റെ പുരോഗതി